ജലീൽ കണ്ണമംഗലം കൂടി ചെയ്യുന്നു. ജലീൽ, സൗദിയിൽ അല്പസമയം പോകുന്ന ഒരു ആക്രമണത്തെ അതിനെ പ്രതിരോധിച്ചു എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ടല്ലോ. വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വളരെ സജീവമായ ഒരു ആക്രമണ ശ്രമം ഉണ്ടോ? എന്താണ് നടക്കുന്നത് സൗദിയിൽ GCCകളിൽ? ജലീൽ. ഹാഷ്മി, കഴിഞ്ഞ രാത്രി സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായ ആക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞു. പ്രധാനമായും അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കങ്ങൾ. ആദ്യം 3 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ എയർബേസിന് നേരെ ആക്രമണം നടത്തിയത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ പ്രതിരോധ വിഭാഗത്തിന് സാധിച്ചു. ഇതിനു പുറമെ അൽഖർജ് മേഖലയിലേക്കും കിഴക്കൻ പ്രവിശ്യയിലേക്കും എത്തിയ ഡ്രോണുകളെയും സൈന്യം തകർത്തു. സൈനിക താവളങ്ങളെയും സമീപത്തുള്ള ഈ സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണ ശ്രമങ്ങൾ. പക്ഷേ ഒന്നും ലക്ഷ്യം കാണാനായില്ല. ഇതിന് പിന്നാലെയാണ് അല്പം മുമ്പ് അൽഖർജിന് നേരെ വീണ്ടും ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതും സൈന്യം തകർത്തു. ആർക്കും പരിക്കുകളോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് റിയാദിനടുത്ത ഈ അൽഖർജ്. അതുകൊണ്ട് തന്നെയാണ് അൽഖർജ് ലക്ഷ്യമാക്കി കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ 36 ഡ്രോണുകളും 9 മിസൈലുകളാണ് സൗദിക്ക് നേരെ തൊടുത്തുവിട്ടത്. അറാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും അതോടൊപ്പം റിയാദിലെ അമേരിക്കൻ എംബസിക്കും ചെറിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നതൊഴിച്ചാൽ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതങ്ങളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല. സൗദിയുടെ മധ്യ മേഖലയിലും വടക്കൻ കിഴക്കൻ മേഖലകളിലുമാണ് ഇത്തരം പ്രകോപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഈ പടിഞ്ഞാറ് മേഖല ഇതുവരെ സുരക്ഷിതമാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.